ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ് കോട്ട്സ് എന്നത്. എന്താണ് കോട്ട്സ്? പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞ വാക്കുകൾ. അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി കുറച്ച് പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. അതാര് പറഞ്ഞു, അതിനുള്ള കോഡുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല? ഇതാര് പറഞ്ഞ വാക്കുകളാണ്? ജെയിംസ് ഓട്ടിസ് ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. അപ്പം നമുക്കിതിനൊരു കോഡ് ഉണ്ടാക്കാം. ഈ കോഡ് ഒരു ഡാർക്ക് കോഡാണ്. പക്ഷേ ഓർത്തിരിക്കാൻ PSCയിലും മത്സര പരീക്ഷകളിലൊക്കെ ഓർത്തിരിക്കാൻ നമ്മൾ ഡാർക്കോ ലൈറ്റോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കോഡ് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓട്ടിസം ബാധിച്ചവർക്ക് നികുതിയില്ല. എന്താണ് കോഡ്? എന്താണ്? ഓട്ടിസം ബാധിച്ചവർക്ക് നികുതിയില്ല. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. കോഡ് ഓട്ടിസം ബാധിച്ചവർക്ക് നികുതിയില്ല. ഇനി രണ്ടാമത്തെ കോട്ട്, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ഒന്നുകൂടെ പറയാം. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ഇത് പറഞ്ഞത് ജോൺ ആദംസ് ആണ്. ആരാണ് പറഞ്ഞത്? ജോൺ ആദംസ്. അതിന്റെ കോഡ് ഇതാണ്: ആദ്യകാലം തൊട്ടേ യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഉണ്ടായിരുന്നു. അപ്പം യുദ്ധങ്ങളും വിപ്ലവങ്ങളും എന്നുള്ളത് കോട്ടിനകത്ത് വരുന്നുണ്ട്. ആദ്യകാലം എന്ന് ഓർക്കുമ്പം ആരെ ഓർക്കുക? ആദംസിനെ ഓർക്കുക. ഇനി മൂന്നാമത്തെ കോട്ട്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇതെല്ലാരും കേട്ടിട്ടുള്ളതായിരിക്കും. എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ആരാ പറഞ്ഞത്? ജോൺ ലോക്ക്. അതിന്റെ കോഡാണ് മൗലിക അവകാശങ്ങളെ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നത്. ലോക്ക് ചെയ്യാൻ ഓർക്കുമ്പം ഹനിക്കാൻ, അത് ഓർക്കുക. ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലോക്ക് ചെയ്യുക. അതിനെ ലോക്ക് ചെയ്യുക. അതാണ് അതിന്റെ മൗലിക അവകാശങ്ങളെ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അത് ഓർത്തു വെക്കുക. ഇനി ലാസ്റ്റത്തെ കോട്ടാണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതാണ് വിദേശ ശക്തി? ഇംഗ്ലണ്ട്. ഏതാണ് വൻകര? വടക്കേ അമേരിക്ക. അപ്പം അത് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. അത് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ. ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. എന്താണ്? നമ്മളെയാണെങ്കിലും ഒരാളെ കീഴടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കീഴടക്കി വെക്കുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. പെയിൻ ഉള്ള കാര്യമാണ്. പെയിൻ, വേദന. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് തോമസ് പെയിൻ ആണ് ഇത് പറഞ്ഞതെന്ന് കിട്ടും. അപ്പം ഈ 4 കോട്ടുകളും അതാരാ പറഞ്ഞതെന്നും ഈ കോഡും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. PSC പരീക്ഷകൾക്ക് ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കൂടെ പരിചയപ്പെടുത്താം. ഇവിടെ നിങ്ങൾക്ക് കാണാവോന്ന് അറിയത്തില്ല, ഞാനൊരു ചെറിയ ഡയറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് PSC റിവിഷൻ നോട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ഡയറികൾ അല്ലെങ്കിൽ ചെറിയ നോട്ട്സുകൾ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ, ഇതുപോലെ കോഡുകൾ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.